സാക്ഷിയിരിക്കത്തോളം പൈതലേ നല്ലവണ്ണം ഭജിച്ചോ കേട്ടോ. നല്ലതേ വരൂ. ഗൗതം, ഞാൻ അറിയാം മുരളി. വാ. കടവ് കടന്നതും ആരോ ഒരാൾ എന്നെ പിന്തുടർന്നു എന്നൊരു സംശയം. അതുകൊണ്ട് ഇങ്ങോട്ട് ഓടിക്കയറിയേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ത് അവിവേകമാ മുരളി കാണിച്ചത്? കേസിന്റെ വിചാരണ 18-ാം തീയതിയാ. 2 പാർട്ടിക്കാരും തന്നെ കിട്ടാൻ വേണ്ടി അരിച്ചു പെറുക്കുക. ഒക്കെ അറിയാം. 18-ാം തീയതി ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. പക്ഷേ മനസാക്ഷി വഞ്ചിക്കാൻ എനിക്കാവില്ല. എന്നെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ ശശിധരൻ മാഷിനെ കോറൂത്ത് രാഘവൻ വെട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടവനാ ഞാൻ. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം. സർട്ടിഫിക്കറ്റുകളും എടുത്ത് എന്നേക്കും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ പോട്ടെ അമ്മേ. അമ്മേ, പോകാൻ മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ എന്ത് ചെയ്യാനാ? സ്വന്തം വീടും നാടും എനിക്കിപ്പോ ശത്രുക്കളാ. മറ്റൊന്നും ഓർക്കണ്ട. സർട്ടിഫിക്കറ്റുകളൊക്കെ ആയി അമ്മയുടെ മോൻ നല്ലൊരു ജോലി തേടിപ്പോയെന്ന് കരുതിയാൽ മതി. മോനെ, ഒന്ന് കൂടെ ചെന്ന് എന്റെ മോനെ യാത്രയ്ക്ക്. താങ്ക്സ്. ഇനി ഞാൻ പൊയ്ക്കൊള്ളാം. 9 മണിക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സൂക്ഷിക്കണം. എല്ലാം ശരിയാവും. ഒരു സാക്ഷി ജീവനോടെ ഇരിക്കാൻ പാടില്ല. പിടിക്കണവനെ. നല്ലൊരു ദിവസമായിട്ട് നിനക്ക് എന്താ പറ്റിയത്? ചെറിയമ്മേ, ആരാ മരിച്ചത്? ആര് മരിച്ചാ നിനക്കെന്താ? ചിലപ്പോ ഒരുങ്ങാൻ നോക്കൂ. ഒരു സീക്രട്ട് കോൾ ഉണ്ടായിരുന്നു. മുരളിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന്. പ്രൊട്ടക്ഷൻ കൊടുത്താൽ വിറ്റ്നസ് വന്ന് കൊലയാളിയെ കാട്ടിത്തരാമെന്ന്. മിസ്റ്റർ ഗൗതം, ഇന്നലെ സ്പോട്ടിൽ തീർക്കേണ്ടതായിരുന്നു. എന്ത് വന്നാലും ഒരു കാരണവശാലും അവൻ സ്റ്റേഷനിൽ എത്തരുത്. എല്ലായിടും അരിച്ചു പറക്കി അവന്മാര് മുങ്ങിരിക്കുക. ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി തിരിച്ചവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒളിക്കാൻ പറ്റുള്ളൂ. എങ്കിലും അവൻ രക്ഷപ്പെടൂ. എന്തായാലും ഇന്നത്തെ മോതിരമാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതെന്തു പറ്റി? വിരലം മുറിഞ്ഞതാ.
ഇതൊന്നഴിച്ചേ. നോക്ക്, എന്തിനാ ഈ മോതിരം മറിച്ചേ? ഊരത് പറഞ്ഞു കേട്ടില്ലേ? ഊരേ. അഹങ്കാരി, ഊരില്ലേ? ഊരലി മോതിരം, ഇത് മോതിരം, ഇത് ഊരലി മോതിരം. സർ ഫോൺ. ഹലോ, ഈ യുദ്ധത്തിൽ നീ തോൽക്കും, ഭരതൻ ജയിച്ചിരിക്കും. അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു. ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും. ഇപ്പോ ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്ക്. ഇനി അഹങ്കാരം കളഞ്ഞ് ആ TV ഒന്ന് ഓൺ ചെയ്തേ. ഒരുമ്പട്ടവളെ, ഒരു ഗന്ധർവനെ കണ്ടപ്പോ തറവാടിന്റെ മാനം നീ കെടുത്തി അല്ല? മതി, ഇതിനെ തല്ലിക്കൊന്നാ നമ്മ തോൽക്കത്തേ ഉള്ളൂ. അവന്റെയൊക്കെ മുന്നിൽ ജയിക്കണമെങ്കിൽ നിശ്ചയിച്ച ദിവസം തന്നെ വീടിന്റെ മുറ്റത്ത് പന്തുയരണം. ഹരീന്ദ്രന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണം. അതുവരെങ്കിലും നീ ജീവനോടെ വേണം. ഈ വാതിൽപ്പടി നീ തണ്ടാണ്ടില്ല. രക്തബന്ധത്ത് ഞാൻ നോക്കില്ല. ഒന്ന് കുഴിച്ചു മുടിയാൻ. ഭൂമിക്ക് വീട്ടു തടന്നില്ല. MLA-യുടെ ആൾക്കാര് ഗൗതമിനെ തേടി നടക്കുക. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. കൂട്ടാത്മഹത്യയായിരിക്കും. അല്ല, രണ്ടുപേരുടെയും വിവാഹം. വിവാഹോ? അതെ, ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം. ഒപ്പം 16 അടിയന്തരവും. എന്ത് വിഡിത്തോണം നീ പറയുന്നത്? പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. നിനക്ക് പെണ്ണിനെ വേണമല്ലോ, എങ്കിൽ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. കേട്ടിട്ടില്ലേ, നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി. നരി കാട് കയറിയ? അതെ, ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം. ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ. തീരുമാനം കൊള്ളാം. അത് ഈ ഭരതന്റെയും കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ. സാറ് പറയുന്ന സ്ഥലത്ത് സാറ് പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം. വാക്കാ. സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം. കോറോത്ത് രാഘവന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് കൃത്യം 11 മണിക്ക് ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും.